ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. അടുത്ത മാസം മുതൽ OTP വൈകുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് ട്രായ്. പുതിയ മാറ്റങ്ങൾ നടപ്പാക്കുമ്പോഴും OTPയും SMS-കളും ഡെലിവർ ചെയ്യാൻ കാലതാമസം ഉണ്ടാകില്ലെന്നും ടെലികോം റെഗുലേറ്ററി അതോറിറ്റി. ടെലിമാർക്കറ്റിംഗ് മെസ്സേജുകൾ ട്രേസ് ചെയ്യാവുന്ന തരത്തിലായിരിക്കണമെന്നാണ് ട്രായ് ഉത്തരവിട്ടത്. എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ നിശ്ചിത മെസ്സേജുകൾ ഡെലിവർ ചെയ്യാൻ അനുവദിക്കില്ല. അനാവശ്യ കോളുകളും SMS-കളും തടയാനാണിത്. നവംബർ 1 നടപ്പാക്കാനിരുന്ന നിബന്ധന ടെലികോം കമ്പനികളുടെ ആവശ്യം പരിഗണിച്ച് ഡിസംബർ 1 നീട്ടിവെക്കുകയായിരുന്നു. കൃത്യമായ മുന്നൊരുക്കങ്ങളില്ലാതെ ഇത് നടപ്പാക്കിയാൽ OTPകൾക്കടക്കം തടസ്സം നേരിടാമെന്ന് കമ്പനികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബൾക്ക് SMS ട്രാഫിക് ഉറവിടം തിരിച്ചറിയാൻ ടെലികോം കമ്പനികളെ പ്രാപ്തമാക്കുന്ന ഒരു സംവിധാനത്തെയാണ് മെസ്സേജ് ട്രേസബിലിറ്റി സൂചിപ്പിക്കുന്നത്. തെറ്റായ സന്ദേശങ്ങളുടെ വ്യാപനം തടയുന്നതിന് ഈ സംവിധാനം നിർണായകമാണ്. തട്ടിപ്പുകളുടെ പിന്നിലുള്ളവരെ കൃത്യമായി കണ്ടെത്താനും പ്രവർത്തിക്കാനും അധികാരികളെ ഇത് സഹായിക്കും. സിസ്റ്റം വിന്യസിക്കുന്നതിലെ സാങ്കേതിക സങ്കീർണതകളെക്കുറിച്ച് ടെലികോം കമ്പനികൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ പുതിയ ആവശ്യകതകൾ OTP ഡെലിവറികളുടെ വേഗതയോ വിശ്വാസ്യതയോ ബാധിക്കില്ലെന്ന് ട്രായ് ഉപയോക്താക്കൾക്ക് ഉറപ്പു നൽകി. ബാങ്കിംഗ് ഐഡന്റിഫിക്കേഷൻ സേവനങ്ങളിൽ തടസ്സമുണ്ടാകില്ലെന്നും ട്രായ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിയൽ മണി ഗെയിമുകൾക്കായുള്ള ഗൂഗിളിന്റെ നിയന്ത്രണ നയങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്ത്യൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഉത്തരവിട്ടു. ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ വിൻസോയുടെ പരാതിയെ തുടർന്നാണ് നടപടി. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിപണിയിൽ ആധിപത്യ ദുരുപയോഗം ചെയ്തതിലാണ് അന്വേഷണം. മുന്നേ ഇതേ വിഷയത്തിൽ ഗൂഗിളിന് പെനാൾട്ടികൾ ലഭിച്ചിട്ടുണ്ട്. പുതിയ അന്വേഷണം ഇന്ത്യയിലെ ഗൂഗിൾ നേരിടുന്ന നിയന്ത്രണ പ്രശ്നങ്ങളെ സങ്കീർണമാക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. ഗൂഗിളിന്റെ ഗെയിമിംഗ് ആപ്പ് നയത്തിൽ വന്ന മാറ്റം പ്ലേ സ്റ്റോറിൽ നിന്ന് റിയൽ മണി ഗെയിമുകൾക്കായുള്ള ആപ്പായ വിൻസോയെ നീക്കം ചെയ്തതിലേക്ക് നയിച്ചു. ഇതിനെ തുടർന്ന് വിൻസോ കോമ്പറ്റീഷൻ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. അപ്ഡേറ്റ് ചെയ്ത ഗൂഗിൾ പോളിസി ഫാന്റസി സ്പോർട്സിനും റമ്മിക്കുമായി റിയൽ മണി ഗെയിമുകൾ അനുവദിച്ചു. എന്നാൽ ഇന്ത്യൻ ഗെയിമുകൾ, പസിലുകൾ, കാർ റേസിംഗ് എന്നിങ്ങനെ ഗൂഗിൾ അംഗീകരിക്കാത്ത ഗെയിമുകൾ ഉള്ളതിനാൽ വിൻസോ നീക്കം ചെയ്യപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെട്ട ആപ്പുകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഗൂഗിൾ അതിന്റേതായ വിപണി സൃഷ്ടിക്കുന്നതായും മറ്റു ഡെവലപ്പർമാർക്ക് വിവേചനം നേരിടുന്നതായും ആരോപണമുയർന്നതായി CCI ഉത്തരവിൽ പറയുന്നു. CCI 60 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 5Gയിൽ ഇന്ത്യ കുതിക്കുമെന്ന് റിപ്പോർട്ട്. 2030 ഉപയോക്താക്കൾ 97 കോടിയാകും. 2030 ശരാശരി മാസ ഡാറ്റ ഉപയോഗം 66 GB ആയും ഉയരുമെന്ന് എറിക്സൺ മൊബിലിറ്റിയുടെ റിപ്പോർട്ട്. 2030 രാജ്യത്തെ 5G സബ്സ്ക്രിപ്ഷൻ 97 കോടിയിലേക്ക് ഉയരും. ഇന്ത്യയിൽ 2030 ആകെയുണ്ടാവുന്ന മൊബൈൽ ഉപയോക്താക്കളുടെ 74% വരും ഇത്. 2024 അവസാനത്തോടെ രാജ്യത്തെ 5G ഉപയോക്താക്കളുടെ എണ്ണം 27 കോടിയിലധികമായി ഉയരുമെന്നും എറിക്സൺ മൊബിലിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്തെ ആകെ മൊബൈൽ ഉപയോക്താക്കളുടെ 23% വരും ഇത്. രാജ്യത്ത് നിലവിൽ 32 GB ആണ് ഓരോ സ്മാർട്ട് ഫോണിനും പ്രതിമാസം ഉപയോഗിക്കുന്ന ശരാശരി ഡാറ്റ. ഇത് ലോകത്തെ തന്നെ ഏറ്റവും ഉയർന്ന കണക്കാണ്. ആഗോള ശരാശരി 2024 19 GB ആണ്. ഇന്ത്യയിലെ പ്രതിമാസ ശരാശരി ഡാറ്റ ഉപയോഗം 2030 66 GB ആയി ഉയരുമെന്നാണ് എറിക്സൺ കൺസ്യൂമർ ലാബിന്റെ കണക്കുകൂട്ടൽ. 5G സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന 67% പേരും AI ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നവരായി മാറും. ആപ്ലിക്കേഷനുകളുടെ മികച്ച പ്രകടനത്തിന് ഗുണനിലവാരമുള്ള നെറ്റ്വർക്ക് കണക്ടിവിറ്റി അനിവാര്യമാണ് എന്നതാണ് ഡാറ്റയ്ക്ക് കൂടുതൽ തുക ചിലവഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള 40,000 കോടി രൂപയുടെ ഇലക്ട്രോണിക്സ് പാക്കേജ് പരിഗണനയിൽ. പാക്കേജിന് IT മന്ത്രാലയം ഡിസംബറിൽ മന്ത്രിസഭയുടെ അനുമതി തേടും. ഈ പദ്ധതി മന്ത്രിസഭ അംഗീകരിച്ചാൽ 2025 ഏപ്രിലിൽ തന്നെ നിക്ഷേപം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. ആഗോള ഇലക്ട്രോണിക്സ് മൂല്യ ശൃംഖലയിലേക്ക് ഇന്ത്യൻ കമ്പനികളെ സംയോജിപ്പിക്കുക എന്ന സർക്കാരിന്റെ ലക്ഷ്യവുമായി ഇത് യോജിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി.
ഇലക്ട്രോണിക് ഘടകങ്ങളുടെ ഇന്ത്യയുടെ ആവശ്യം 2023 $45.5 ബില്യൺ നിന്ന് 2030 $240 ബില്യൺ ഉയരുമെന്നാണ് റിപ്പോർട്ട്. 50% ലക്ഷ്യത്തോടെ ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിൽ പ്രാദേശിക മൂല്യവർദ്ധനവ് അതിന്റെ 5 വർഷത്തെ കാലയളവിൽ നിലവിലുള്ള 18% നിന്ന് 40% വർദ്ധിപ്പിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. സ്കീം ആരംഭിച്ചതിന് ശേഷം നിർമ്മാണ സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിൽ കാലതാമസം തടയുന്നതിനുള്ള അന്തിമ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംരംഭം മൊത്തം 82,000 കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കുമെന്നും 2 ലക്ഷം കോടി രൂപയുടെ ഘടകങ്ങളുടെ ഉൽപ്പാദനം സുഗമമാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇത് മൊബൈൽ ഫോൺ നിർമ്മാണത്തെ പിന്തുണയ്ക്കുകയും IT ഹാർഡ്വെയറിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചിപ്പ് ഡിസൈൻ രഹസ്യങ്ങൾ ചോർത്തിയെന്നാരോപിച്ച് ഇന്ത്യൻ എഞ്ചിനീയർക്കെതിരെ നിയമ നടപടിയെടുത്ത് ഗൂഗിൾ. ടെക്സാസ് ഫെഡറൽ കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ചിപ്പ് ഡിസൈൻ വിവരങ്ങൾ ഓൺലൈനിൽ ചോർത്തിയെന്നാരോപിച്ച് മുൻ എഞ്ചിനീയറായ ഹർഷിത് റോയ്ക്കെതിരെ ഗൂഗിൾ കേസെടുത്തു. ടെക്സാസ് ഫെഡറൽ കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ ആപ്പിളും കോൾകോം പോലുള്ള എതിരാളികളെ ടാഗ് ചെയ്തുകൊണ്ട് എക്സ്, ലിങ്ക്ഡ്ഇൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ റോയ് വ്യാപാര രഹസ്യങ്ങൾ പങ്കിട്ടുവെന്ന് ആരോപിക്കുന്നു. പിക്സൽ ഡിവൈസ് ചിപ്പ് ഡിസൈനുകളിൽ 2020 മുതൽ 2024 വരെ ഗൂഗിളിൽ ജോലി ചെയ്തിരുന്ന റോയി 2024 ഫെബ്രുവരിയിൽ കമ്പനി വിടുകയായിരുന്നു. പിന്നീട് ഓസ്റ്റിനിലെ ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറൽ പഠനത്തിനായി അമേരിക്കയിലേക്ക് മാറി. തുടർന്ന് ചിപ്പ് ഡിസൈൻ വിശദാംശങ്ങൾ ഉൾപ്പെടെ രഹസ്യ ഗൂഗിൾ ഡോക്യുമെന്റുകൾ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പോസ്റ്റുകൾ നീക്കം ചെയ്യാനുള്ള അഭ്യർത്ഥനകൾ റോയി അവഗണിച്ചുവെന്നും ഗൂഗിൾ കേസിൽ പറയുന്നു. 2024 ഒക്ടോബർ വരെ പോസ്റ്റുകൾ തുടർന്നതായും റിപ്പോർട്ടുണ്ട്. അന്വേഷണത്തിൽ റോയ് നിരവധി രേഖകൾ മോഷ്ടിച്ചതായി കണ്ടെത്തിയതായി ഗൂഗിൾ വക്താവ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.